ഹലോ ഗായ്സ്, ഇന്നൊരു ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേറെ ഒന്നും വേണ്ട, പൈനാപ്പിളും പഞ്ചസാരയും മാത്രം മതി. ഈ ഒരു ഡ്രിങ്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ സ്കിന്നും അതേപോലെ നടുക്കേത്ത ആ ഒരു കട്ടിയുള്ള ഭാഗവും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു ഫെർമെൻറ്റഡ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ സ്കിന്ന് കൊണ്ടൊരു ഡ്രിങ്ക് പോയി, അതേപോലെ പൈനാപ്പിൾ കഴിക്കുകയും ചെയ്യാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ സ്കിന്നും നടുക്കേത്ത ആ ഒരു പീസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഭരണിയിൽ വലിയ ഭരണിയിലൊക്കെ ആക്കുകയാണെങ്കിൽ അതിലേക്കാക്കാം. ഞാനിപ്പം കുറച്ചേ ആക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ ഒരു ജാറിലേക്കാണ് ഞാൻ ആക്കുന്നത്. ആ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, സ്റ്റാർ അനീസ്, പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കപ്പിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലൊന്ന് ഡിസോൾവ് ചെയ്യാൻ വെക്കാം. ടെപ്പാച്ചി എന്ന് പറയുന്നത് ഒരു മെക്സിക്കൻ ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്. അവരവരുടെ നാട്ടിൽ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ നോർമൽ ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗറും ആഡ് ചെയ്യാം. ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം അതൊന്ന് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഞാൻ കുറച്ച് വെള്ളം, ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിരുന്നു. അതൊന്ന് പുറത്ത് വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് കൂൾ ചെയ്യാൻ വെക്കാം. അതും കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കെട്ടി വെക്കാം. ഇരുട്ടിലൊരു പ്ലേസിൽ 2-3 ഡേയ്സൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഓവർ ഫെർമെൻ്റായി പോവാതിരിക്കാൻ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിതൊരു 2-3 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 2-3 ഡേയ്സൊക്കെ കഴിഞ്ഞ് ഇത് നല്ലപോലെ ഫെർമെൻ്റായിന്. നമുക്കിത് അഴിച്ചിട്ട് ഒരു ഫണലിലേക്കൂടെ ഒരു ബോട്ടിലേക്ക് നമുക്കിത് മാറ്റാം. ഒരു എയർ ടൈറ്റുള്ള ബോട്ടിൽ വേണം ഇത് ഒഴിച്ച് വെക്കാൻ. നമുക്ക് വേണമെങ്കിൽ ഇത് 1-2 ഡേയ്സൊക്കെ പുറത്ത് ഒന്നുകൂടി ഒന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. അതും പൈനാപ്പിളിൻ്റെ പുറത്തേത്ത ആ ഒരു സ്കിന്നും നടുക്കേത്ത ആ ഒരു പാർട്ടും മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്. എല്ലാവരും എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് പറയും. അതുപോലെ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസൊക്കെ വേണമെങ്കിൽ ഡു കമൻറ്റ്. എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.